ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പഞ്ചരത്നത്തിൽ നിന്നും ഇനി സ്വത്തുക്കളൊന്നും കിട്ടില്ല എന്നുള്ള സത്യം വിനയൻ മനസ്സിലാക്കാനായിട്ടോ. അങ്ങനെ വിനയൻ പിന്നീട് വിനയന്റെ യഥാർത്ഥ രൂപം വിനയൻ പുറത്തെടുക്കാണ്. പഞ്ചരത്നത്തിലെ മക്കളെല്ലാം അടിച്ചു പിരിയുന്ന ആ അവസ്ഥ എത്താണ്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോവാണ്. അനന്തമാഷ് തന്നെ ഒറ്റക്കാവുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ തനിക്ക് തന്റെ ഭാര്യ, അവൾക്ക് 2 പെൺകുട്ടികളാണ്. തീർച്ചയായും താൻ ഇത്രയും നാളും അവൾക്കൊപ്പം നിന്നത് അവളുടെ ആ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് ഉള്ള ആ സത്യം വിനയന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാനായിട്ടോ. അങ്ങനെ വിനയൻ ഓരോ ദിവസവും ചീരുവിനായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കൽ തുടങ്ങുന്നത്. നിന്റെ വീട്ടിൽ നിന്നും ഒരു സ്വത്തും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. പഞ്ചരത്നത്തിൽ നിന്നും എല്ലാവർക്കും അച്ഛനിൽ നിന്നും കിട്ടി, എന്നാൽ നിന്റെ അമ്മയുടെ അവകാശം എന്ന് പറയുന്ന 1 രൂപ പോലും ആർക്കും കിട്ടില്ല. ദയക്ക് കിട്ടി, അതുപോലെ രഘുവേട്ടന് കിട്ടി, ഈ പറയുന്ന അനുപമക്കും കിട്ടി എന്നൊക്കെയുള്ള പറച്ചിലായിട്ടോ. അപ്പൊ ചീരു പറയുന്നുണ്ട്, എനിക്കിപ്പോ എൻ്റെ അച്ഛൻ അവകാശം തരും, അത് കിട്ടിയത് തന്നെ ഇപ്പോൾ എല്ലാവരും വേർപെറിഞ്ഞത് കണ്ടില്ലേ നമ്മൾ ചിരി പറയണേ. അപ്പോൾ ഈ സമയം വിനയൻ എടുത്തിടുക പെൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ. തൻ്റെ പെൺകുട്ടികളെ എന്നെ കൊണ്ട് വളർത്താൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം വീണ്ടും വീണ്ടും പറഞ്ഞു തുടങ്ങാൻ കേട്ടോ. ഇത് ചിരുവിന് താങ്ങില്ല. അങ്ങനെ ചിരു വിനയനുമായി വഴക്കിടാണ്. വിനയോട് പറയാണ്, നിങ്ങൾ അടിക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എൻ്റെ മക്കളെ വളർത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന്. അതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എൻ്റെ മക്കളെ നിങ്ങൾ വളർത്തണമെന്ന്. അപ്പൊ അത് കേട്ടിട്ടാണ് കേട്ടോ ലതികയും ലംബോദരനും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാണ്. അപ്പൊ ചേരു പറയണേ, ഞാൻ വന്നതിൽ പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എൻ്റെ സ്വഭാവത്തിൽ എന്താ ഇത്ര മാറ്റം. എന്നാൽ ഈ നിൽക്കുന്ന അമ്മയുടെ മകൻ പലവട്ടമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഞ്ചരത്നത്തിൽ നിന്ന് സ്വത്ത് വാങ്ങാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന്, നിന്റെ പെൺമക്കൾക്ക് വേണ്ടിയാണ്. നാളെ നിന്റെ പെൺമക്കൾക്ക് ഒന്നുമില്ല എന്ന് പറയരുതല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ അമ്മേ, ഇങ്ങരുടെ മക്കളായി വളർത്താൻ കഴിയില്ല എന്ന് തന്നെയാണെന്ന് പറയട്ടോ. എൻ്റെ വയറ്റിൽ ജനിക്കുന്ന ഈ കുഞ്ഞ് ആൺകുഞ്ഞാണെന്നാണല്ലോ ഇങ്ങരുടെ വിചാരം. അത് കേൾക്കുന്ന വിനയനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നീ ഇതുപോലെ നിന്റെ ആദ്യത്തെ മക്കളെ ഗർഭിണിയാവുമ്പോൾ നിന്റെ മനസ്സിൽ പെൺകുഞ്ഞായതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആൺകുഞ്ഞാവാഞ്ഞത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ചീരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. നിങ്ങൾ മനോഭാവം, ഈശ്വരൻ തരുന്ന കുഞ്ഞുങ്ങളെ 2 കൈയും വീട്ടി സ്വീകരിക്കുക. നിങ്ങൾ ജോസിന്റെ വാക്കുകൾ കേട്ട് ഈ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കണ്ട എന്ന് ചീരു പറയാൻ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ മനസമാധാനത്തോടു കൂടി ജീവിച്ചതാണ്. എൻ്റെ ആളുകളെ എല്ലാം നിങ്ങൾ നല്ലവനായി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ ആളുകളെ എല്ലാം നിങ്ങൾ കൈക്കലെടുത്ത് എന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നവനല്ലേ. എന്തിന് എന്നെ അടക്കം നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്തെന്ന് എനിക്കറിയാം. എൻ്റെ വയറ്റിൽ ഈ പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടല്ലേ ഇപ്പോഴെൻ്റെ സ്വത്തുക്കളെ കുറിച്ചും ശബരിക്കും ഇന്ദ്രട്ടനും ആർക്കുമില്ലാത്ത ആർത്തിയാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ട ഉടനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വിനയൻ പറയണേ, ആടി എനിക്ക് അങ്ങനെ തന്നെ ആടി, എൻ്റെ കുഞ്ഞ് ഇത് ആൺകുഞ്ഞ് തന്നെയാണ്, ഇത് എൻ്റെ വിശ്വാസം, അത് കറക്റ്റ് തന്നെയാണ്. ഇനി ഏകദേശം 1 മാസം പോലും ഇല്ലല്ലോ, ഇത് ആൺകുഞ്ഞ് തന്നെയാണ്. എൻ്റെ ജീവിതം മറിയാൻ പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റേ? നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളെല്ലാം എല്ലാവർക്കും കിട്ടി, നിനക്ക് എന്ത് കിട്ടി? രഘുവേട്ടന് 25 കൊടുത്തു, ഇതിനു മുന്നേ ദയയുടെ പ്രശ്നം വന്നപ്പോൾ 20 കൊടുത്തു. എന്നാൽ ഇവിടെ അനുപമക്കാണെങ്കിൽ അതിലുപരിയാണ് കിട്ടിയിട്ടുള്ളത്. 50 ലക്ഷവും 25 ദാസാറിന്റെ കടയും ഒക്കെപ്പാടെ ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട ഉടനെ ശരി പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ മഞ്ചാടിക്കും എന്ന് പറയുന്നത്. മഞ്ചാടിക്ക് കിട്ടേണ്ട ആവശ്യമില്ല, അവള് വേറൊരുത്തന്റെ ഒടിച്ചോടി പോയതാണ്. അതുപോലെയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അത് കേൾക്കുന്നത് ചീരി പറയണതേ, വായിൽ തോന്നിയത് വിനയേട്ട വിളിച്ചു പറയരുത്. വിനയേട്ടന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല, ഞാൻ എൻ്റെ പാട് നോക്കി പോവും. അത് കേട്ട ഉടനെ, അയ്യോ ചിരു, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് ചിരു, അതൊക്കെ എൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്, നീ എന്നെ അങ്ങനെയൊന്നും കാണല്ലേ. അപ്പൊ അത് കേട്ട ലതിക, നീ എന്തൊക്കെയാണ് വിനയ ഈ പറയുന്നത്? അപ്പോഴേക്കും ലംബോദരൻ, ഇത് അംഗീകരിക്കാൻ വിനയ പറ്റത്തില്ല. നീ ജോൺസൺ പറഞ്ഞ വാക്കുകൾ കേട്ട് വിശ്വസിച്ചിരിക്കണ്ട. നാളെ നിന്റെ കുഞ്ഞാണ് പിറക്കുന്നത്, നിന്റെ ചോരയാണ് ആർച്ചയും ഭദ്രയും, അതുപോലെ തന്നെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും. അത് കേൾക്കുന്നത് വിനയൻ അത്ര ഇഷ്ടപ്പെടുക കേട്ടോ. ആർച്ചയും ഭദ്രയും എന്ന് പറഞ്ഞ് വിനയൻ തലതിരിക്കുന്നുണ്ട് കേട്ടോ. അത് ചീരു നന്നായി കാണുന്നുണ്ട്. ഇതേ സമയം ഈ കിടക്കുന്നത് നിന്റെ ചോരയാണ് ഇവളുടെ വയറ്റിൽ. ഇത് നാളെ ഭൂമിയിലോട്ട് വരുമ്പോൾ ഒരുപക്ഷെ ആണോ പെണ്ണോ എന്തെങ്കിലും ആവും. ജോത്സ്യൻ എന്നൊക്കെ പറയുന്നത് നിന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്, അവരവരുടെ പ്രവചനം പറഞ്ഞു എന്ന് മാത്രം, അതിൽ നീ വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ലതികയും ലംബോദരനും പോവാണ് കേട്ടോ. ഇതേ സമയം ലതികയുടെയും ലംബോദരന്റെയും നെഞ്ചിരിപ്പ് കൂടുകയാണ്. കാരണം ഇനി എന്താണാവോ ഈശ്വര സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും ഈ വീട്ടിൽ
വലിയൊരു ദുരന്തം തന്നെ നടക്കുമോ എന്നൊരു പേടി അവർക്കുണ്ട് കേട്ടോ. ഇതേ സമയം ചേരുവാണെങ്കിലോ വല്ലാത്തൊരു കഷ്ടമുണ്ട് നിങ്ങളെ കൊണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും എൻ്റെ അച്ഛനെ പോലെ വേദനിപ്പിക്കുകയും ഞാൻ ഇപ്പോൾ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര? നിങ്ങൾ എന്നെ ചിരു അങ്ങനെയൊന്നും ഇല്ല ചിരു, നിന്റെ തോന്നലാണ്. ഞാൻ നിന്റെ മക്കൾക്ക് നാളെ ഒരു സേവിങ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി പറയുന്നത് ഒരുപാട് തവണയായി ഞാൻ കേൾക്കുന്നത്. എൻ്റെ മക്കൾ ഇതുവരെ വളർന്നിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകാനും അവരെ വളർത്താനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ഒക്കെ എനിക്കറിയാം. അപ്പൊ അത് കേൾക്കുന്നവരെ നിന്റെ ഒരു മണ്ണാങ്കട്ടയുണ്ട് എന്നിങ്ങനെ വിനയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ചിരു വല്ലാത്ത സങ്കടത്തിലാവാണ്. ചിരുവിനെ എന്ത് ചെയ്യും ഈശ്വര? ഈ പിറക്കാൻ പോകുന്ന ആൺകുഞ്ഞല്ലെങ്കിൽ എൻ്റെ ജീവിതം ആകെ കഷ്ടകാലമായിരിക്കും. ഇനി പറയാനില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ചിരു ഭയങ്കര സങ്കടത്തിലാവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വിനയനാണെങ്കിലോ ഇനിയിപ്പോ ജോത്സ്യം പറഞ്ഞതുപോലെ അമ്മയും അമ്മാവനും പറയുന്നത് പോലെ ഇനിയിപ്പോ ജോത്സ്യം കള്ളം പറഞ്ഞതാണോ, അത് ജോത്സ്യന്റെ പ്രവചനം തെറ്റുമോ? ഇവരെല്ലാവരും ആദ്യത്തെ 2 ഇരട്ട കുട്ടികളെ ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനിയിപ്പോ ഇതും ഇരട്ട കുട്ടികളാവോ? ഇതും ഇനിയിപ്പോ പെൺകുഞ്ഞാവുമോ? ഈശ്വര, എങ്കിലും എൻ്റെ ജീവിതം പിന്നീട് ഗോവിന്ദ എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് പോവാൻ നേരം അപ്പുറത്ത് കാണാൻ ലതിക ദമ്പുത്രനോട് പറയുന്നത്, ഏട്ടാ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? നിങ്ങൾ എന്നാ ജ്യോത്സ്യനെ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വിനയൻ അത് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചീരുവിൻ്റെ വയറ്റിൽ ചീരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രസവം ഉണ്ടാവും. ചീരുവിൻ്റെ ഈ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് ആണല്ലെങ്കിൽ അത് പെണ്ണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഏട്ടൻ? എന്തിനാണ് ജ്യോത്സ്യനെ കൊണ്ട് ആ കള്ളം പറയിപ്പിച്ചത്? അപ്പോൾ ഉടൻ തന്നെ ദമ്പുത്രൻ പറയണേ, നിന്റെ മകൻ അങ്ങനെയെങ്കിലും ഒരു മനുഷ്യ സ്വഭാവം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ചെയ്തത്. അല്ലാതെയും കണ്ടിട്ട് ഒരിക്കലും നിന്റെ മകന്റെ നാശത്തിന് വേണ്ടി അത് നമുക്കല്ലേ അറിയുള്ളൂ. അവൻ അത് വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇക്കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ചിരുവിന്റെ വയറ്റിൽ കിടക്കുന്ന ആണോ പെണ്ണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമല്ലേ. അവൾ പ്രസവിച്ചെങ്കിലല്ലേ അതിന് ഇനി ഉത്തരം കിട്ടുകയുള്ളൂ. ഇനി അത് പെണ്ണായി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ വിനയന്റെ ഉള്ള ആകെ കത്തിക്കളറിട്ട് വിനയൻ ഇത് മറഞ്ഞു നിന്ന് കേൾക്കണം. പിന്നെ വിനയനെ ഇങ്ങനെ തോന്നി തുടങ്ങണം. അപ്പൊ ഇവരെ എന്നെ പറ്റിച്ചതാണല്ലേ, ജോത്സ്യൻ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ എന്നാ തോന്നൽ ഇങ്ങനെ ചിരുവിനെ കുറിച്ച് ഇങ്ങനെ വിനയന് തോന്നുന്നു കേട്ടാ. അപ്പൊ ഇവള് ഇനിയും പെൺകുഞ്ഞിനാണ് ജന്മം നൽകാൻ പോകുന്നത്. അപ്പൊ അത് സത്യം തന്നെ ഈശ്വര, ഇനിയും എനിക്ക് പെൺകുഞ്ഞോ? എനിക്കാണെങ്കിൽ ജോലിയും കൂലിയോ ഒന്നുമില്ല, അവളുടെ വീട്ടിൽ നിന്ന് സ്വത്തുമില്ല. എന്നാൽ പെൺകുഞ്ഞിനെ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ചിലവ് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടില്ല എന്ന മനോഭാവമാണ് കേട്ടോ. ഇനി ആ കുഞ്ഞ് ഭൂമിയിലോട്ട് വേണ്ട, തീർച്ചയായും അതിനെ കൊല്ലണം എന്ന തീരുമാനം വിനയൻ എടുക്കണം കേട്ടോ. പിന്നീട് വിനയന്റെ ഉള്ളിൽ അങ്ങ് വൈരാഗ്യ ബുദ്ധി തോന്നണം. അങ്ങനെ വിനയൻ ഒരു ദിവസം ആരും അറിയാതെ ചീരു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ചിരുവിന്റെ ഡ്രസ്സും കാര്യങ്ങളും പ്രസവത്തിന്റെ ഏകദേശം ഡയറ്റൊക്കെ അടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. തൻ്റെ മക്കളെ നോക്കാൻ തനിക്ക് ഇനി എന്ത് ചെയ്യും? തൻ്റെ വീട്ടിലോട്ട് പോലും പോകാൻ പറ്റാത്ത ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിരു അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ ഡെലിവറിയുടെ സമയമായതുകൊണ്ട് ഞാൻ മുകളിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം ലതിക പറയുന്നുണ്ട്, മോളെ നീ മുകളിലോട്ടൊന്നും പോലെ, ഇപ്പോൾ ഡെലിവറി അടുത്ത് നിൽക്കുന്ന സമയമല്ലേ, അതൊക്കെ നല്ലതല്ല അമ്മ, സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് ചീരി പോകുന്നുണ്ട് കേട്ടോ. ആ സമയം വിനയനാണെങ്കിലോ ഈ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ചീരി ഇതൊന്നും അറിയാതെ തൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് പതിയെ ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ എണ്ണയിൽ ചോട്ടി ചീരു അങ്ങ് വീഴണം കേട്ടോ. ഇതോടുകൂടി വിനയൻ ഇതൊക്കെ ശ്രദ്ധിച്ചു നിന്ന് നോക്കുന്നുണ്ട്. ചിരു വീഴണം, ഒരിക്കലും ചിരുവിനൊന്നും സംഭവിക്കരുത്, ചിരുവിന്റെ ആ കുഞ്ഞില്ലാതാണ്, ഇതോടുകൂടി ആ കുഞ്ഞ് മരിച്ചിരിക്കണം എന്തൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ വിനയന്റെ ഉള്ളിൽ. പിന്നീട് ആ വീഴ്ചയിൽ ചിരു വേദന കൊണ്ട് പുളയുമ്പോൾ വിനയൻ തീർച്ചയായും കുറച്ചു നേരം കണ്ടു നിൽക്കാം എന്നിങ്ങനെ ചിന്തിക്കാണ്. പക്ഷേ കരച്ചിൽ കെട്ടി ലതികയും ലംബോദരം എത്തുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മകൻ ഒളിഞ്ഞു നിന്ന് നോക്കുന്നതായിരിക്കട്ടോ. അപ്പോഴേക്കും ഇവർ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന വിനയൻ ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ. ചിരു എന്ന് പറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ബ്ലഡിൽ കുളിച്ചിരിക്കുകയാണ് ചിരു. ഉടനെ തന്നെ ചിരു എന്ത് പറ്റി എന്ന് പറയണേ. അതേസമയം ലംബോദരനാണെങ്കിലോ ഇതിലോട്ട് നോക്കുമ്പോൾ സ്റ്റെപ്പിലാണെങ്കിൽ എന്നോട് ഇപ്പൊ ചിരു പറയുന്ന, അമ്മേ ആ സ്റ്റെപ്പിൽ എന്തോ ഉണ്ടായിരുന്നു, അത് ചവിട്ടിയാണ് ഞാൻ വീണത്. അത് കേട്ട ഉടൻ തന്നെ വിനയനെ അത് മായ്ക്കാൻ ശ്രമിക്കാൻ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലംബോദരൻ അങ്ങ് ചൂടാവണം, ഇനി പെട്ടെന്നൊരു ടാക്സി വിളിക്കടാ എന്ന് പറ. ശരി എന്താ ചിരു, നിനക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ട് വിനയൻ ഓടുന്നുണ്ട് കേട്ടോ. പിന്നീട് ലതികയും ലംബോദരൻ
ലംബോദരനും ആ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ടിരിക്കുന്നതായി കാണുകയാണ്. ഇതോടുകൂടി അത് പറയുന്നുണ്ട്, ഇടയിൽ നിന്റെ മകൻ വിനയനാണോ അത് ചെയ്തിരിക്കുന്നത്, സ്റ്റെപ്പിൽ എണ്ണയുണ്ടെന്ന് പറയാനിട്ട് ഇത് ചിരു ചെറുതായി എന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് ചിരു പ്രസവത്തിനൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ കൂടിയാണ്. ചിരു പ്രസവത്തിന് കൊണ്ടുപോകാൻ ഡോക്ടർ പറയാണ് എന്തായാലും പെട്ടെന്ന് ഇനിയിപ്പോൾ ഡെലിവറി ഉണ്ടാവും, അപകടമാണ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം പറയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്താണ്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയാനിട്ട് അപ്പോൾ ഓപ്പറേഷനത്തെ ആണെങ്കിൽ വൻ തുക വേണ്ടി വരുന്ന വിനയനെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു, ഈശ്വര ഇതൊരിക്കലും എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല, ഇനി ഇത് പെൺകുഞ്ഞല്ലേ, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ വിനയൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാനിട്ട് അത് കാണുന്ന ലതികയും ലംബോദരനും പറയുന്നുണ്ട്, എന്തിനാടാ നീ ഈ ക്രൂരത ചെയ്യുന്നത്, നീയാണ് ആ സ്റ്റെപ്പിൽ അമ്മയത്തെ വെറുതെ എന്റെ സ്വഭാവം പുറത്തെടുക്കരുത്, എന്തിനാണ് നിന്റെ കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ചീരു ഇങ്ങനെ ഡെലിവറിയുടെ ആ ഒരു വേദന കൊണ്ട് പൊളിയുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷത്തിനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴും അവിടെ രക്ഷകനായി എത്തുന്നത് ഈ പറയുന്ന അമ്പിളിയും ഈ രഘുവും തന്നെയാണ് കേട്ടോ. വിവരങ്ങൾ അറിഞ്ഞ അമ്പിളിയും രഘുവും തെറ്റും പിണക്കമൊക്കെ മറന്ന് ചീരുവിന് ഈ അവസ്ഥയാണെന്ന് അറിയുമ്പോൾ അനുപമയെ എല്ലാവരും ഓടിയെത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് ചീരുവിൻ്റെ പ്രസവത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്, ഓപ്പറേഷൻ കഴിയുകയാണ്. അങ്ങനെ പിന്നീട് ചീരു പ്രസവിക്കുന്നത് ഒരു ആൺകുഞ്ഞാണ് കേട്ടോ. ആ ആൺകുഞ്ഞാണെന്നുള്ള സത്യം അറിയുമ്പോൾ വിനയൻ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. പക്ഷെ ചീരുവിന്റെ സ്വഭാവം മാറും, ചീരുവിന്റെ മുഖഭാവമൊക്കെ മാറും. ചീരു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. തൻ്റെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞാണെന്ന് കരുതി മനഃപൂർവ്വം ഇത് ചെയ്താന്ന് മനസ്സിലാക്കാണ്. പക്ഷെ ലതികക്കും ലംബോദരനൊക്കെ ദേഷ്യം പിടിക്കാണ്. തൻ്റെ മകൻ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് കാണുമ്പോൾ ചീരുവിനോട് തന്നെ പറയും, നീ തിരികെ വീട്ടിലോട്ട് പോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയത്. ഇനി ഇവിടെ എന്തോ എന്ന് എനിക്കറിയില്ല.